ഇന്നത്തെ ഫുഡ് അടി നമ്മളിവിടെ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷൊല്ലിങ്ങനല്ലൂറുള്ള ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ചെന്നൈയിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെന്നൈ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ചെന്നൈ അല്ല കേട്ടോ, ഷൊല്ലിങ്ങനല്ലോ. അതിനടുത്ത് ഇഷ്ടംപോലെ ടെക് പാർക്കും അതുപോലെ IT പാർക്കും ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നുണ്ടായിട്ട് എനിക്കറിയാം. സോ ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഷൊല്ലിങ്ങനല്ലൂരിനടുത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കേരള ഫുഡ് കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സ്പോട്ട് എന്ന് പറയുന്നത് ഉസ്താദ് ഹോട്ടൽ. ഓക്കെ, നമ്മുടെ സിനിമയിലൊക്കെ പറയും പോലെ ആ ഉസ്താദ് ഹോട്ടലിൻ്റെ അത്ര വരുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ വീക്ക് ഓഫും പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് കടകളിലൊന്നും തേടി പോകണമെന്ന് പോലും തോന്നാറില്ല. ഒബ്വിയസ്ലി ഇവിടുത്തെ ഫുഡ് കൊള്ളാം. പിന്നെ ഇവിടെ അത്യാവശ്യം വെറൈറ്റി ഫുഡുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുട്ട്, നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ ഐറ്റവും, നെയ്ച്ചോറ്, ബിരിയാണി എല്ലാം കേരള സ്റ്റൈല്, ചിക്കൻ ഫ്രൈ, ബീഫ് എല്ലാം കിട്ടുന്ന ഒരു ഹോട്ടലാണിത്. സോ ആർക്കെങ്കിലുമൊക്കെ എന്താണ് കേരള സ്റ്റൈൽ ഫുഡ് കഴിക്കണം, തമിഴ്നാട്ടിലുള്ളവരോ കേരളത്തിലുള്ളവരോ ആരാണിക്കോട്ടെ കേരള സ്റ്റൈൽ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉസ്താദ് ഹോട്ടലിലോട്ട് വരാം. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കളിച്ചിട്ടൊക്കെ വന്നിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോലം. ഇപ്പം ഇന്ന് നമ്മുടെ ഫ്രണ്ട്, എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട് അമലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫുൾ ചെലവും ഇവൻ്റെ വക. അപ്പോൾ എല്ലാവരും നമ്മൾ അവനെ തിന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യണമെന്നുള്ളത് വരുന്നത് വഴിച്ച് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബാക്കി ഫുഡ് വന്നിട്ട് പറയാം. ചിക്കൻ ഫ്രൈ, ബീഫ്, ഓക്കെ. ഫുഡിന് താമസിക്കുമല്ലേ. ഇപ്പോൾ ഉള്ളത് ഗീ റൈസ് ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ബീഫ് പെരട്ട്, ചിക്കൻ പെരട്ട്, ചിക്കൻ ഫ്രൈ, പൊറോട്ട. പിന്നെ ബിരിയാണി നമ്മൾ വാങ്ങിച്ചില്ല. സാധാരണ ഡെയിലി നെയ്ച്ചോറാണിത്, ഫ്രൈഡ് റൈസ് അല്ല. അടി പൊറോട്ടയും ബീഫൊക്കെ മിസ് ചെയ്യുന്നവർക്ക് ഓടി വന്ന് ഇവിടെ വന്ന് കഴിക്കാം. പൊറോട്ടയുടെ റിവ്യൂറാ എടുക്കലുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ചിക്കൻ കഷ്ണം കുറച്ച് ഗ്രേവിയും ഇങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല, നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചതിന്റെ ശേഷം എടുക്കുക. ഇത് നമ്മൾ ആദ്യമായിട്ടല്ല വരുന്നത്. എത്ര തൊട്ടായിക്കാണ് ഇപ്പൊ ഇവിടെ? ഒരു 10+ ആയി കാണും ഇവിടെ. എന്തായാലും ഞാൻ പുട്ടാണ് ഓർഡർ ചെയ്തത്. സമയം എടുക്കുക. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാൻ അരിപ്പുട്ട് വാങ്ങിച്ച്, അതുകൊണ്ട് ഇപ്രാവശ്യം ഗോതമ്പ് പുട്ട് വാങ്ങിച്ചിട്ടുണ്ട്. വേറെ വെറൈറ്റി പുട്ടുകളുണ്ട്. സോ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ മൈ പുട്ട്. എക്സ്പ്രഷൻ കൂടെ ഇതെന്തുവാടാ? ഹണി ചിക്കൻ പൊരിച്ചത് ഇല്ല, ഇതെന്തോ ഒരു സാധനം, പൾപ്പി ഗ്രേപ്പ്. ഇവിടെ പിന്നെ ഗോലി സോഡ ഉണ്ട്. ഗോലി സോഡ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഗോലി സോഡ ഒരെണ്ണം വാങ്ങിക്കുന്നതാണ്. ചിക്കൻ പൊരിച്ചതും എനിക്ക് വീഡിയോ എടുത്ത് മതി, എനിക്ക് വിശക്കുന്നുണ്ട്. ഇതിന് ഹാഫ് ഇട്. ആ ലെഗ് പീസ് അവിടെ വെച്ചോ. അപ്രൂവ്ഡ്, 100% റെക്കമെൻഡഡ്. രണ്ടിന്റെ എക്സ്പ്രഷൻ ഉള്ള
കറിയെല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ നെയ്ച്ചോറും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞാനൊരു കുറച്ച് ബെറോട്ടയും ബീഫ്, ബെറോട്ട ബീഫ്. ഞാൻ ബെറോട്ട ബീഫ് അങ്ങനെ അധികം ഞാൻ കഴിക്കാറില്ല, സോറി. എങ്കിലും ഞാൻ പുട്ടും ബീഫിൻ്റെ ആളാണ്. ബെറോട്ട ബീഫ് ഈസ് ദ ബെസ്റ്റ് കോംബോ. പക്ഷേ ബെറോട്ട ഞാൻ കഴിക്കാത്തത് കൊണ്ട് മാത്രം അധികം കഴിക്കാറില്ല. അതുകൊണ്ട് ഒരു ബെറോട്ട എടുത്തിട്ട് ഇതാണ് നല്ലത്. എൻ്റെ ഓഫീസിലുള്ള ഓൾമോസ്റ്റ് നമ്മളിവിടെ ഷട്ടിലൊക്കെ കളിക്കാൻ വന്നൊരു 10 പേരുണ്ട്. അവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു സമയമായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ട് ആദ്യം ഒരു റൗണ്ട് ഓർഡർ ചെയ്ത് അവസാനം ചിക്കൻ ഫ്രൈ ഒക്കെ വീണ്ടും ഓർഡർ ചെയ്ത് പിന്നെ വയറ് നിറഞ്ഞ് തിന്നാൻ പറ്റാതെ ആയിട്ട് ബാക്കി വെക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. തിന്നാൻ വയ്യാതെ ആയി. ആർത്തി കൊണ്ട് വാങ്ങിച്ചു പോയി അമ്മമാര്. ആദ്യമായിട്ടൊന്ന് കഴിച്ചോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവര് റിവ്യൂവും പറഞ്ഞു. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ റൈസിനകത്ത് വീണ്ടും ചിക്കൻ വെച്ചേക്കും പോലെ തോന്നും. മീൻസ് നമ്മളെ ചിക്കൻ റൈസിനകത്ത് ചിക്കൻ വെച്ചേക്കും പോലെ ഉള്ളൂ. പക്ഷെ കഴിക്കുമ്പോൾ ഉപ്പിട്ട് സിമ്മ് ടേസ്റ്റ് വെച്ചാൽ ബിരിയാണി പറയും, റൈസും ചിക്കൻ കറിയാന്ന് പറയും. നമ്മൾ ബിരിയാണി കുറച്ച് ബെറോട്ട മിക്സ്ഡ് വിത്ത് ബീഫ് ഗ്രേവി, ചിക്കൻ ഫ്രൈഡ് ഒരു ചെറിയ പീസ്, ബീഫിൻ്റെ ഒരു ചെറിയ പീസ്. വീണോ പുട്ട് വന്നതിൻ്റെ ആക്രാന്തത്തിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് തറയിൽ തട്ടി. തറയിലല്ലോ പ്ലേറ്റിൽ തട്ടി. ഫുൾ വ്ലോഗ് എടുക്കാൻ പറ്റില്ല. പുട്ട്, പപ്പടം, ബീഫ് റോസ്റ്റ്. പപ്പടം പോരാ, പപ്പടം പോരാ. പപ്പടം ചെന്നൈ പപ്പടം. അപ്പളമാണ് ചെന്നൈ അല്ല, എന്തോ അപ്പളം. പപ്പടം ചീന. പപ്പടം ഇവിടുത്തെ നമ്മളെ കേരള സ്റ്റൈൽ എല്ലാത്തും കൊണ്ട് പപ്പടം ഫ്ലോപ്പായി. ഇനി കുറച്ച് പുട്ടും കുറച്ച് ബീഫും ഇത് 5% ചാർജായി. കുഴച്ച് അടിക്കട്ടെ. 2 മാസത്തിന് ശേഷമാണ് കോതമ്പൂട്ട് കഴിക്കുന്നത്. തിന്ന് വയറ് ഫില്ലായി. എല്ലാം കാര്യം. ഈ ഗ്രേപ്പ് ജ്യൂസ് മാത്രമേ ഉള്ളൂ. അത് തിന്ന് അതിൻ്റെ കുരു, അതിനകത്ത് സീഡുണ്ട് ഇച്ചിരി ഗ്രേപ്പ് ജ്യൂസിൽ. ബാക്കിയെല്ലാം ഫിനിഷ്. ബീഫ് ഞാൻ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്ത് ബാക്കിയൊക്കെ അവരവരെ ഷെയറിട്ട് ഫിനിഷ് ചെയ്ത്. ശുഭം. ഇത്രയായിട്ടുള്ളൂ. വളരെ ചീപ്പാണ്. എടാ ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടേ. OMR റോഡ്. ആ ഫ്ലാറ്റിന്റെ പേരെന്തായിരുന്നു? ജോയലാണ് കട കണ്ടുപിടിച്ച് നമുക്ക് തന്നത്. 3 മാസമായിട്ട് നമ്മളിവിടെയാണ്. ശരി, അപ്പം താങ്ക്സ്. നല്ല ഫുഡായിരുന്നു.